ഈ പ്രാവശ്യത്തെ പനി ആകെ അങ്ങോട്ട് ഇളക്കി മറിച്ചു കിട്ടുക. സുടുക്കുട്ടൻ അങ്ങോട്ട് ആകെ വേണ്ടായിപ്പോയി. സുടുമോന് പനിയും ചുമയും ഛർദിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിട്ടാണ്. ഫുഡൊന്നും കൊടുക്കണത് വയറ്റിൽ പിടിക്കണില്ല. വയറ്റിലെത്തുമ്പോഴത്തേനും ഛർദിയായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഛർദിയുടെ കാര്യത്തിലൊരു ഒന്നും ആയിട്ടില്ല. മെഡിസിൻ കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിലും നിൽക്കണില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് സുടുമോനിപ്പോൾ ഭയങ്കര ക്ഷീണമായി പോയി. അപ്പോൾ എടുത്ത് കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് പറ്റണ്ട. എനിക്കും പനിയായി കാരണം കൊണ്ട് എനിക്കും അവനെടുത്തുകൊണ്ട് നടക്കാനായിട്ട് ഒന്നിനും പറ്റിയില്ല. ഇപ്പോൾ അച്ചാച്ചന് അമ്മാമ്മയ്ക്കൊന്നും ജസ്റ്റ് കുറവായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും എടുക്കാനായിട്ടൊന്നും പറ്റണില്ല കേട്ടോ ഈ പ്രാവശ്യത്തെ പനി വന്നിട്ട്. മേലും കൈയൊക്കെ ഭയങ്കര ശരീരവേദനയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ പനിക്ക്. ഒരു രക്ഷയില്ല. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും കൂടി കുറഞ്ഞിട്ട് അങ്ങോട്ട് പനി കുറഞ്ഞു. പക്ഷേ എടിച്ചിലുള്ള ഒരു വേദനയും കാര്യങ്ങളും ഇതൊന്നും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അച്ചാച്ചൻ കൊണ്ടുപോയി അവിടെ ടി വി ഒക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ആർക്കും എടുക്കാനായിട്ടൊന്നും പറ്റണില്ല. പിന്നെ അപ്പോഴത്തേനും സുടുമോൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ വന്നു കേട്ടോ. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സുടുക്കുട്ടൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ സുടുമോൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യിക്കണത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യിപ്പിക്കണത്.